സമീർ അബ്ദുൾ എഴുതി നിസാം ബഷീർ സംവിധാനം ചെയ്ത സിനിമ. റോഷാക്കിൻ്റെ അതേ ടീം. നായകൻ പൃഥ്വിരാജ്. റോഷാക്ക് എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ട സിനിമയാണ്. മൂക്ക തകർത്ത് ആടിയ സിനിമയാണ്. അപ്പോൾ ആ ഒരു ക്രൂവിൻ്റെ പടം വരുമ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷയുണ്ട്. ഞാൻ ട്രെയിലറൊന്നും കണ്ടിട്ടില്ലായിരുന്നു. സിനിമ കാണാൻ കയറി. സിനിമയുടെ തുടക്കം പൃഥ്വിരാജ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, സെക്രട്ടേറിയറ്റിലുള്ള ഫുൾ ടെറൈൻ തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പം ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു. അതിൻ്റെ ബാധിപ്പ് ഈ ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ് എങ്ങോട്ട് എത്തിക്കുന്നു എന്നതൊക്കെയാണ് സിനിമയുടെ തുടക്കം കാണിക്കുന്നത്. അപ്പോൾ അവിടെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി, ഇതിൻ്റെ ടെക്നിക്കൽ പരിപാടി, സൗണ്ട് മിക്സിങ് എല്ലാം നിസ്സാരം ഒരു വണ്ടി ആക്സിഡൻറ്റ്, ചുമ്മാ രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ എത്രയോ സിനിമകളിൽ കണ്ടതാണ്. നമുക്കൊന്നുകൂടെ ഒരു ആക്സിഡൻറ്റ് ഓക്കെ. പക്ഷേ ഈ പടത്തിൽ ഇതുപോലത്തെ സീനുകൾ വരുമ്പം ഭയങ്കര അഡ്രനാലിൻ കയറിപ്പൊങ്ങും. അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് എൻ്റെ മേക്കിങ്. സിനിമോട്ടോഗ്രഫി ആണെങ്കിലും സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ടെക്നിക്കൽ സൈഡൊക്കെ പരിപാടികളൊക്കെ തുടക്കം ഒരുപാട് സീനുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴേക്കും നമുക്ക് ഹൈ ആവും പടം. അവിടെ നിന്ന് ഇവിടുത്തെ സിസ്റ്റം, അതുപോലെ ഇവിടുത്തെ മീഡിയ മഞ്ഞപ്പത്രത്തിനെയൊക്കെ വലിച്ച് കീറി വെച്ചിട്ടുണ്ട്, മറുനാടനെയൊക്കെ ഊക്കി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിഷയം വരുമ്പം ഒരു കഥ ഇവരുണ്ടാക്കി വെച്ചിട്ട് അത് ഉൾക്കൊള്ളുന്ന വ്യക്തിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് അത് ഇവരെ ചിന്തിക്കില്ല. ഇവരങ്ങ് അടിച്ചു വിടുക. അവനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നതിൻ്റെ ഭയങ്കര ഭീകരമായിട്ടുള്ള വശം സിനിമയെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. അത് നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ തന്നെ നമുക്ക് ഈ പടം ഒരു പുതിയൊരു ഫ്രഷ് സബ്ജക്റ്റ്, ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഇത് എങ്ങോട്ടേക്ക് എത്തിക്കുമോ എന്നുള്ളൊരു ആകാംക്ഷ വരുമല്ലോ. അവിടെ നിന്ന് ഈ പടം ഒരു ഫ്രഷ് സബ്ജക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പുതുമയുള്ള കഥയും പുതുമയുള്ള സ്റ്റോറി ടെല്ലിങ്ങുമായിട്ട് അങ്ങനെ ഗംഭീരമായിട്ട് പടം പോകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹൈ മൊമെൻ്റ് ഒക്കെ വരുന്നുണ്ട്. ആക്ഷൻ സീനൊക്കെ വരുമ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിരിക്കണൊക്കെ കിട്ടില്ല പരിപാടി, സ്റ്റണ്ടൊക്കെ കിട്ടില്ല പരിപാടിയായിരുന്നു തുടക്കത്തിൽ. ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി, പാർവതിയാണ് ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പാർവതി എപ്പോഴും ഇങ്ങനെ, ഇത് നിമിഷ സജയന് ടൈലർ മെയ്ഡ് റോളായിരുന്നു. പക്ഷേ പാർവതിക്ക് ഒന്ന് പെട്ടെന്താണെന്നറിയില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രണ്ട് മക്കളുണ്ട്. ഇളയ ഗ്രൂപ്പ് ഒരു രക്ഷയില്ല. ഇളയ ഗ്രൂപ്പിൻ്റെ കുറേ സാധനങ്ങൾ പടത്തിൽ, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് അടുപ്പിച്ചുകൊണ്ട് വരുമ്പോഴേക്കും കുറേ കിട്ടുന്ന സാധനങ്ങളുണ്ട്. അവിടെയൊക്കെ ഹൈ ആയിരുന്നു. അങ്ങനെ വരുന്നത് പിന്നെ അങ്ങോട്ട് ഒരു ഹേസ്റ്റ് പരിപാടിയിലൊക്കെ ഇത് പോവുകയാണ്. ത്രില്ല് വരുന്നു. ഇതെങ്ങോട്ടെത്തും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പിടുത്തം തരാതെ, ഒരു പ്രെഡിക്റ്റബിലിറ്റി ഇല്ലാത്ത ഒരു സാധനം ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ തന്ന് ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൈയടിച്ചു. കിട്ടില്ല സാധനമാണ് ഞാൻ കാണാൻ പോകുന്നത്. ഇത് ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയായിരിക്കും. ആ രീതിയിലാണ് അത് ഡെലിവറി ചെയ്ത് വെച്ചിരുന്നത് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫ് തുടങ്ങി. രാജീവൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കഥാർത്ഥൻ്റെ പേര്. രാജീവൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, പടവും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. രാജീവ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ഓടല്ല, സിനിമ അവിടെ തന്നെ നിന്ന് കറങ്ങിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ വന്ന സിനിമ ഇത് എങ്ങോട്ടടാ ഇത് പോണത്, എന്തൊക്കെയാടാ ഈ കാണിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വന്ന് കണക്ഷൻ അങ്ങ് പോയി. പിന്നെ നൂല് വെട്ട പട്ടം പോലെ ഇത് ഇങ്ങനെ പോകണം. പിന്നെ ആയിക്കോട്ടെ ക്രിഞ്ച്, പിന്നെ കാണിക്കാൻ മൊത്തം ഒരു ക്രിഞ്ചായിട്ട് തോന്നിയത്. സീരിയസ്ലി ഞാനിത് ഇൻറ്റൻഷ്യലി വ്യത്യസ്തനാവുന്നൊന്നുമല്ല. ഞാൻ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഫീലിങ്സ് അതുപോലെ ഞാൻ ഷെയർ ചെയ്യണം. പിന്നീട് അങ്ങോട്ട് ഈ സംവിധായകൻ ഇതൊക്കെ മാറിയിട്ട് പിന്നെ ഡിജോ ജോസ് ആൻ്റണിയും ജിസ്റ്റോയും കൂടി കമ്പൈൻ ചെയ്തിട്ട് സിനിമ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും, ആ രീതിയിൽ പടം ഈ മേക്കിങ്ങും ഇതൊക്കെ തെക്ക് വടക്കണം പോണ്. ഫസ്റ്റ് ഹാഫിൽ കിഡിലായിട്ട് തോന്നിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആക്ഷൻ, ഇതൊക്കെ സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പം ഒരു ഘട്ടം കഴിയുമ്പോൾ സിനിമ മറ്റേ മാസ് മസാല പടമാവും. അടി കാണിച്ചുകൊണ്ടിരിക്കുക. അടിക്ക് അവസാനമില്ല, വെറുതെ അടി. പക്ഷെ അടിയെ കാണാൻ രസമുണ്ട്. പക്ഷേ ഇത് മടുക്കൂലടേ നമുക്ക് കണ്ട്. പടം നീങ്ങാതെ പടം ഇങ്ങനെ ഏതൊക്കെയോ ദിശയിലോട്ട് പോകുന്നു. നിന്ന നിപ്പിൽ വിജയരാഘവൻ, മറ്റേ മനോജ് KU, അങ്ങനെ കുറേ ടീംസുകൾ വന്ന് വീണു. അവർ വന്നിട്ട് ഞാൻ ഒന്നും പറയല്ലേ, എനിക്ക് ഭയങ്കര നിരാശയായി. ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം അത്രയും കിടിലൻ പടമായിരിക്കും എന്ന് വിചാരിച്ച്. സെക്കൻഡ് ഹാഫ് കൊണ്ട് കുഞ്ഞ ഐ നോബഡി എന്ന് പറഞ്ഞിട്ട് തൃക്കാവടി എടുത്ത് വെച്ചിരിക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. ഒന്നും പറയല്ല. പിന്നെ പാർവതി തിരുവോത്തുണ്ടല്ലോ, അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം, അവളെ കുറേ ഇത് അങ്ങനെ പടം അങ്ങ് തീർന്ന്. ഹക്കീം ഷാ ഉണ്ട്, അത് ബൂലോ കോമഡി പീസായി കളഞ്ഞു. പിന്നെ ആരൊക്കെയുണ്ട്? പിന്നെ മധുബാലുണ്ട്. മധുബാല ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്, അതും പിന്നെ കോമഡി പീസ്. പിന്നെ തന്നെ കോമഡി പീസ്. പിന്നെ ഖാലിദ് റഹ്മാൻ ഡ്രൈവർ ചേട്ടനുണ്ട്. ഇതിലും ഡ്രൈവർ ചേട്ടനായിട്ട് തന്നെ സിനിമയിലുടനീളം ഇല്ല. ശങ്കർ രാമകൃഷ്ണൻ, നിഷ സാഗർ, സഞ്ജു ശിവറാം, സുദ്ധി കോപ്പ, നന്ദുവൊക്കെ ആരാണോ എന്തോ എവിടെ നോക്കിയാൽ വന്ന് പോയിട്ടുണ്ട്. ഇർഷാദ് അലി, അതും അങ്ങനെ വേറൊരു ഇങ്ങനെ കുറേ പേര് വന്ന് അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ട്. പേരൊന്നും പറയാൻ മാത്രം ഒന്നുമില്ല, വേറെ റോളും ഒന്നുമില്ല. സിനിമയിലെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, സിനിമയ്ക്ക് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് മറ്റേ ശ്വാസകോശ സ്പോഞ്ച് അത് കാണിച്ച ഉടനെ തന്നെ പടം തുടങ്ങിയാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ, അതൊക്കെ കാണിക്കുമല്ല.
അപ്പോഴേ അത് കാണിക്കുമെങ്കിലും അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പരിപാടിയൊന്നുമില്ല. സിനിമ അങ്ങ് അപ്പോൾ സൗണ്ട് അങ്ങ് തുടങ്ങി പടത്തിൻ്റെ. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ആ പടം ഒരു വ്യത്യസ്തത തോന്നിയതാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അതിൻ്റെ ദിനേശ് പുരുഷോത്തമൻ്റെ അടി വരുന്ന സമയത്തുള്ള സിനിമോട്ടോഗ്രാഫി, അതുപോലെ ഈ ആക്ഷൻ ബ്ലോക്കിൽ വരുമ്പം, ആക്ഷൻ ബ്ലോക്ക് മീൻസ് സ്റ്റണ്ട് മാത്രമല്ല, അല്ലാതെ ഒരു പരപരപ്പൊക്കെ വരുന്ന സമയത്തൊക്കെ കിടിലൻ പരിപാടിയാണ്. എന്നാൽ മറ്റേ ഹരി എടുക്കും പോലത്തെ ലെവലിലോട്ട് പോയിട്ടില്ല, പക്ഷേ നമുക്ക് സിനിമാറ്റിക്കായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രമേശ് എംപിയുടെ എഡിറ്റിങ്ങും ഉണ്ടായിരുന്നു. ജെയ്ക്സ് ബിജയുടെ സ്കോർ കിടിലൻ വർക്ക് ആസ് യൂഷ്വൽ. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് നന്നായി കണക്ട് ആയതുകൊണ്ടാണ് തോന്നുന്നത് എനിക്കിതൊക്കെ ഭയങ്കര ബ്ലെൻഡ് ആയിട്ട് തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാതെ ബാക്കി ഒന്നും ഓർമ്മയില്ല. ഫുള്ള് ഇങ്ങനെ ബ്ലാങ്കായി പോയി. അർഷാദ് നോക്കത്ത് ആർട്ട് പിന്നെ ഇതൊക്കെയാണ്. പിന്നെ ഒരു അടി എന്തൊരു മറ്റേ അമാനുഷികന് സൂപ്പർമാനും ഒന്നും അല്ലല്ലാടെ. ഇത് മാസ് മസാല പടമൊന്നും അല്ലല്ല. ഒരു പരിധിയില്ലേ കാണിക്കണേന്. ഈ പൃഥ്വിരാജാണ് നായകനെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അങ്ങ് അടിച്ച് അവനെന്ത് അവൻ്റെ തലയിൽ മറ്റേ കമ്പി എടുത്ത് അടിച്ചാലും ഇവനൊന്നും പറ്റില്ല എന്നുള്ള അമാനുഷികനാക്കി വെക്കേണ്ട ആവശ്യം എന്തിനാണ് ഈ സ്ക്രിപ്റ്റിൽ? അത് മാത്രമല്ല പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ, പിന്നെ ഇതിൻ്റെ എൻഡിങ് എനിക്ക് സുഖകരമായിട്ട് തോന്നിയില്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും. ചിലപ്പം കണക്ഷൻ കിട്ടിയവർക്ക് ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര സംഭവമായിട്ട് തോന്നുമായിരിക്കും. എനിക്ക് സെക്കൻഡ് ഹാഫ് ടോട്ടലി ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ ഫസ്റ്റ് ഹാഫ് അത്രയും കയറി നിന്നിട്ട് ഇതിങ്ങനെ ആയതാണ് പ്രശ്നം. അല്ലെങ്കിൽ മൊത്തം ഒരു അപരാധം എന്ന് പറഞ്ഞുകൂടായിരുന്നു. ഇതങ്ങനെ പറയാൻ പറ്റില്ല. സ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. കുറേ കിടില മൊമെൻറ്റ്സ് ഉണ്ട്. പ്രതീക്ഷിക്കാത്ത കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ പ്രതീക്ഷയില്ലായ്മ പോയിട്ട് ഇത് എങ്ങോട്ട് എത്തിച്ചേർന്നു എന്നുള്ളതിലാണ് ഒരു സാധനം ഇല്ലാതായിപ്പോൾ. ഇത് ഉള്ളിത്തൊലി പൊലിച്ച് വരുമ്പം ഉള്ളിക്കകത്ത് എന്തോ നോക്കുമ്പോൾ ഉള്ളിക്കകത്ത് പൊള്ളയായിട്ടുള്ള ഒരു അവസ്ഥ. അശോകൻ ചേട്ടനുണ്ട്, നല്ല റോളായിരുന്നു. ഇത് ജഗദീഷന് കിട്ടേണ്ട റോളായിരുന്നു. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അശോകൻ ചേട്ടന് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു പടം ഇവിടെ. പിന്നെ ട്രിവാൻഡ്രത്ത് നമ്മളെ മ്യൂസിയം സൈഡ്, മറ്റേ യൂണിവേഴ്സിറ്റി സൈഡൊക്കെ കുറേ സ്റ്റാറ്റിക്കായിട്ട് ഉടായ്പ ഷൂട്ടിംഗ് അല്ല, ഭയങ്കരമായിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇതെപ്പോൾ ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇടയ്ക്ക് മൊബൈൽ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും അത് കാണുമ്പോൾ നമ്മളെ സ്ഥലമൊക്കെ അല്ലേ ഇതൊക്കെ, നമ്മളെ സ്ഥലം എന്താ കാണുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും എന്നിൽ അവശേഷിപ്പിക്കാതെ വിട്ട ഒരു ലാസ്റ്റ് നിരാശയായി. എന്നാലും നമ്മൾ പടം തീർന്നിട്ട് ടൈറ്റിലൊക്കെ കാണിച്ച് കഴിയുമ്പോഴും എന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങിരിക്കുകയാണ്. ഒന്നുമില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.